ഹലോ, വെൽക്കം അവർ ചാനൽ. നമുക്കൊരു ചിക്കൻ വറുത്ത ഉണ്ടാക്കിയാലോ? റെസിപ്പിയാണ്, ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ആകെ ചേർക്കുന്നത് 3 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് ചേർക്കുന്നത്. പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യണേന്. നമുക്കൊന്ന് തുടങ്ങിയാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെഗ് പീസാണ്. അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബോണെല്ലാം മാറ്റണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൻ്റെ ബോണെല്ലാം നമുക്ക് മാറ്റണം. ബോണെല്ലാം മാറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അധികം വലിയ പീസായിട്ട് അരിയരുത്. നമ്മളിതൊരു 15 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതുകൊണ്ട് അധികം വലിയ പീസിൽ അരിയരുതെന്ന് പറയുന്നത്. ടേസ്റ്റുമാണ്. ഒരുപാട് വലിയ പീസിലൊക്കെ അതിന് ടേസ്റ്റ് കിട്ടില്ല. ചിക്കനെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറണം. വെള്ളം ഊറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചില്ലി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അധികം നേരം വെക്കണമെന്നില്ല. അതിനുശേഷം 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ മൈദയും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലാണ് ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ കോരി മാറ്റണം. ഒരുപാട് ഓവർ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ വറുക്കരുത്. നല്ല ക്രിസ്പി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ചിക്കൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം എണ്ണയെല്ലാം ഊറുന്ന സമയത്ത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ചിക്കൻ വറുത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അവർ പാത്രം കാലിയാക്കുന്ന വഴി അറിയില്ല. കോൺഫ്ലവറിൻ്റെ മൈദയും കൂടെ 1 സ്പൂൺ അരിപ്പൊടിയും ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.